തണലിൽ എന്ന ഭയം എന്നും ഈ പുലരിലങ്ങി പാവന നാമം കീർത്തിച്ചിട അവിടുത്തെ കൃപയാലല്ലോ ഉണർത്തിയെന്നെ തിരുഹിതമെൻ ജീവിതമാകാൻ അനുഗ്രഹിക്കൂ നീ അനുവദിക്കൂ. അരുളിയതോ തിരുനാമം പാടാ ഇനിയും നിൻ മഹിമകളോ വാഴ്ത്തിപ്പാടാ. അങ്ങരുളിയ കഴിവുകൾ കനിവിൻ കർമ്മങ്ങൾ അവരനു നൽകിടുവാൻ മാത്രം ഈ പുലരിലങ്ങി പാവന നാമം കീർത്തിച്ചിട അവിടുത്തെ കൃപയാലല്ലോ ഉണർത്തിയെന്നെ തിരുഹിതമെൻ ജീവിതമാകാൻ അനുഗ്രഹിക്കൂ നീ അനുവദിക്കൂ. നാഥ ഈ പുലരിലങ്ങി പാവന നാമം കീർത്തിച്ചിട
പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോനുമേകനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ, ചെയ്യുന്നതാകയും ഫലമായിടും. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ, ചെയ്യുന്നതാകയും ഫലമായിടും. ഭരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. അനുസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ, ബലഹീന ജീവിതം ജയമാർന്നിടും. അനുസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ, ബലഹീന ജീവിതം ജയമാർന്നിടും. ഭയമേതുമേശിടാതെ ഏതേതു ക്ലേശവും അവനായി ഏറ്റുവാങ്ങിടാനും മനസ്സാകണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോനുമേകനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ.
അച്ഛൻ പറയേ അതിന്റെ തുമ്പൊന്ന് ഒന്ന് ഞെക്കി എണ്ണ ഒന്ന് കളഞ്ഞു തരാം അപ്പൊ പെട്ടെന്ന് ഒന്ന് മതിയല്ലോ ഒന്ന് മതി നല്ലത് കൈ അറിവിലേക്കായിട്ട് ദൈവം ഇവർക്ക് അനുഗ്രഹിച്ച് ഒരു ഭവനം ഈ ലോകത്തിൽ നൽകിയിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ ഇവരോടൊപ്പം നാം എല്ലാവരും ആത്മാർത്ഥമായി പങ്കുചേർന്ന് ഈ ഭവനവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഗൃഹപ്രവേശനമാണ് ആദ്യമായി നടക്കുവാനായിട്ട് പോകേണ്ടത്. ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ദൈവത്തിന്റെ നിത്യപ്രകാശവും ഐശ്വര്യങ്ങളും ഈ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഗൃഹപ്രവേശനം നടത്തുകയാണ്. ആദ്യമായിട്ട് ഈ ഗൃഹത്തിന്റെ മാതാവ് അമ്മച്ചിയും മകൾക്ക് വിളക്ക് കത്തിച്ച് നൽകുകയും മകൾ ഏറ്റവും മുൻപിൽ നിൽക്കും. നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് സ്ത്രീയാണല്ലോ ഒരു ഭവനത്തിന്റെ ഐശ്വര്യം. പുരുഷന്മാർക്ക് സ്ഥാനമില്ല എന്ന അർത്ഥമില്ല. എന്നാൽ അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഗ്രഹനായിക വിളക്ക് കൊളുത്തി വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് പ്രാർത്ഥനയോടെ. അതിന്റെ കൂടെ ഗ്രഹനാഥനും മറ്റുള്ള മക്കളും ഏറ്റവും അടുത്ത ചാർച്ചക്കാരും മറ്റു വന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരും ശബ്ദം സർവ്വവിധമായ നന്മകളും ഐശ്വര്യങ്ങളും ഭാവുകങ്ങളും ഈ മക്കൾക്ക് നേരുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പാടാം. എന്നോടുള്ള സർവ പിതൃമാന്ത്രികതയമേ, ഞാൻ വാതിലാകുന്നു. എല്ലിനോടെ പ്രവേശിച്ചവൻ സന്തോഷവും സമാധാനം കണ്ടെത്തുമെന്ന് നാഥാ നീ കൽപ്പിച്ചുവല്ലോ. ആകയാൽ ഈ ഭവനത്തിലേക്ക് പ്രവേശനം നടത്തുന്നതായ ഈ സമയത്ത് നിന്റെ നിത്യമായ സന്തോഷവും സമാധാന ചിരവും ഇവരോടൊപ്പം വസിക്കണമേ. ദൈവമേ, ഈ മക്കൾക്ക് മുൻപായി നീ തന്നെ നടക്കുവാനൊക്കെ വണ്ണം സംഗതിയാക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ശബ്ദം കേട്ടുകൊണ്ട് നിനക്കായി ജീവിക്കുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. പൈശാചികമായ പ്രലോഭനങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഇതിൽ പാർക്കുന്ന മക്കളെ നാഥാ നീ സംരക്ഷിക്കണമേ. സർവ്വവിധമായ
ഐശ്വര്യങ്ങളും ഇത് മുഖാദ്യമായിട്ട് ഈ മക്കൾക്ക് നിദാനം ചെയ്യണമേ. ജീവിതത്തിൽ സന്തോഷത്തോട് വസിച്ച് നിത്യവും നിനക്ക് സ്ത്രീത്വം സമർപ്പിക്കുവാനൊക്കെ ഒന്ന് സംഗതിയാക്കണമേ. ആയത് എൻ്റെ മാതാവായ മറിയാമിനെയും ഗിരിയൂറസിൻ്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ ദൈവത്തിന്റെ സ്നേഹവും ആവാസവും നാം എല്ലാവരോടുകൂടെയും പുതുതായി പണിതീർത്തിരിക്കുന്ന ഈ ഭവനത്തിൽ എല്ലായ്പ്പോഴും ഇതിൽ പ്രവേശിക്കുന്ന സർവ്വ ആളുകളോടും ഇതിൻ്റെ ഉടമസ്ഥനോടും സർവ്വ ബന്ധുമിത്രാദികളോടും ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ അമ്മച്ചി നിലവിളക്ക് പ്രകാശിപ്പിച്ച് മകൾക്ക് നൽകുന്നു. ഒന്നെടുത്ത് കൊടുത്തു കുഞ്ഞെടുക്കാൻ പറ്റി രണ്ട് കൈ ഇവിടെ കാണിക്കണം. നോക്കി മതി മതി. ഡോർ തുറക്കാം, ഡോർ തുറക്കാം. ചേട്ടാ ഇങ്ങനെ ബലങ്ങല്ലേ ഇങ്ങനെ സൈഡിൽ വീഡിയോ കയറി ഫ്രണ്ടിൽ ഒന്നും അറിയല്ലേ. മറിയമേ നിനക്ക് സമാധാനം. അമ്മ അങ്ങോട്ട് കയറ്റി നിർത്തിക്കേ. അമ്മ ഇച്ചിരി അങ്ങോട്ട് അമ്മ അടുപ്പിച്ച് നിർത്തിക്കേ. ഇച്ചിരൂടെ അമ്മ അങ്ങോട്ട് അടുത്തേക്കട്ടെ. അമ്മ അങ്ങോട്ട് ഒന്ന് കത്തിക്കാൻ കുടിക്കേ. എത്ര മരുന്ന് അമ്മ ഇച്ചിരി
വലിയ സമാധാനമായിട്ട് കത്തിച്ചാൽ മതി. അമ്മച്ചൂടെ നീങ്ങുന്നേ അങ്ങോട്ട് നിന്നു. ആ കത്തിച്ച് കുറെ കാലൊക്കെ തന്നെയാ വലിയ കഥ എടുത്ത് നോക്കാൻ പോണു. ഇവിടെ കാലൊന്ന് ഒരാളൊന്ന പാല് കാട്ടെ ഞങ്ങളുടെ ലിസിനി ആ പാലെടുത്ത് വെച്ചു. അമ്മച്ചി അമ്മച്ചിയോടെ നീങ്ങി എന്നിട്ട് വേണം എനിക്ക് അമ്മ അങ്ങോട്ട് ഇച്ചിരി നീങ്ങി ചേച്ചി ആ പാലൊന്ന് ഇളക്കിക്കും. പഞ്ചസാര കൂടുതലെടുക്കണേ. എന്റെ മോസ്റ്റ് എഞ്ചിനീയറിനെ എവിടെ ഈ വാറിലെ ഇടയ്ക്ക് ഒരാൾ മറന്നു അവിടെ പിന്നെ പടയിലൊന്നും പടം ഇഷ്ടം പോലെ പടം ആ പറയില്ലല്ലോ. അമ്മച്ചിങ്ങോട്ട് വാ. ആ മതി മതി മതി. എല്ലാവരും ഇവിടെ നോക്കി. പപ്പ പണിയില്ല. അപ്പാടെ പടമൊന്നും കണ്ടില്ല. അവിടെ എടുത്ത് അല്ലേ ഞാനറിയുള്ളൂ. കണ്ടു അത് സാധിക്കും. എല്ലാവരും ഇങ്ങോട്ട് നോക്കി.
അതെ അവനെ കണ്ടു ഓ അച്ഛന്മാരവിടെ പകർത്താനുള്ള പാത്രം കേട്ടോ ഇവിടെ വെക്കാൻ വല്ലതുണ്ടോ ഇതെല്ലാം അടുത്ത So 3 must be. കൂതാശ ആരംഭിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഇതിൽ സംബന്ധിക്കുവാനായിട്ട് സൗകര്യമുണ്ട്. വന്നിട്ടുള്ള എല്ലാ ആളുകളും ഈ ഭവനവാസികളുടെ സർവ്വവിധമായ നന്മയ്ക്കും ഐശ്വര്യമായ പ്രാർത്ഥിക്കുവാനുള്ള കാര്യം അറിയാമല്ലോ. ഇവരുടെ ആദ്യ അവസാനം സമയമല്ല ഇപ്പോൾ. എന്നാൽ ഈ വീട് കൂതാശയെ സംബന്ധിച്ച് ഇവിടെ വായിക്കപ്പെടുന്ന ഏവങ്കേലിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാനേ ഞാൻ ഇപ്പോൾ മുതിരുന്നുള്ളൂ. ഇന്നത്തെ ഏവങ്കേലി വായന ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന്
1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം ഉൾപ്പെടെയാണ് ഇന്നത്തെ വായന. ആ വായനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു പോകുന്ന ആ യാത്ര വളരെ ദൈർഘ്യമുള്ള ഒരു യാത്ര. ആ യാത്രാ മധ്യത്തില് എരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കർത്താവിനെ കണ്ടെത്തുന്നതായ ആ വലിയൊരു കുടുംബക്കാരൻ സക്കായി, വളരെ ഉയരം കുറഞ്ഞ സക്കായിയെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളെ വളരെ താമസിച്ചു പോയി എന്ന് തോന്നുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ഈ കരം പിരിക്കുന്ന യഹൂദന്മാരിൽ നിന്ന് കരം പിരിച്ചു റോമ ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്തുമാറ് ശ്രമിച്ചും കൊണ്ടിരുന്ന വലിയൊരു ടാക്സ് കളക്ടറായിരുന്നു ഈ സക്കായി എന്ന് പറയുന്ന ആൾ. സക്കായി യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. കേൾവിയിൽ നിന്ന് ആ സക്കായിയുടെ മനസ്സിൽ ആത്മാർത്ഥമായ ഒരാഗ്രഹം പൊന്തി വന്നു, യേശുക്രിസ്തുവിനെ ഒരു നോക്ക് കാണണം എന്ന്. കർത്താവിന്റെ പിന്നാലെ, കർത്താവിന്റെ മുൻപില് ജനപ്പെരുപ്പമായതുകൊണ്ട് വളരെ ഉയരം കുറഞ്ഞവനായ സഖായി യേശുക്രിസ്തുവിനെ ആൾപ്പെരുപ്പത്തിൽ സമൂഹത്തിൽ വെച്ച് കാണാൻ ഒക്കാഞ്ഞത് കൊണ്ട്, സാധ്യമല്ലാത്തത് കൊണ്ട് യേശുക്രിസ്തുവിന് മുൻപേ കടന്ന് ഒരു അത്തിവൃക്ഷത്തിന്മേലെ കരേറി അതിന്റെ കുടുംബയിൽ ഇങ്ങനെ കയറിയിരുന്നും കൊണ്ട് താഴോട്ട് ഇങ്ങനെ വഴിയെ നോക്കിയിരിക്കുക. അവന്റെ ആ ശരിയായ ആഗ്രഹം എന്താണ്? യേശുക്രിസ്തുവിനെ ഒരു നോക്ക് ഒന്ന് കാണണം. കർത്താവ് തന്റെ സ്ലീഹന്മാരോടുകൂടി ജനപ്പെരുപ്പത്തോടുകൂടി ഈ മരത്തിന്റെ കീഴേ, അത്തിവൃക്ഷത്തിന്റെ കീഴേ ഇങ്ങനെ വന്നു. കർത്താവ് മേലോട്ട് നോക്കി. നമ്മളെ ലോകത്തിലായിരിക്കുമ്പോഴോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും നമ്മുടെ മനോമണ്ഡലങ്ങളെയും തിരിച്ചറിയുന്നതിന് സർവശക്തനായ ദൈവം നമ്മൾ എവിടെയാണ്, എന്താണ് എന്ന് സദാ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സഖായിലൂടെ കർത്താവായ യേശുക്രിസ്തു പെരുമാറിയത് എങ്ങനെയെന്ന് ഇവിടുത്തെ ഈ എന്റെ വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ, നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നേരെ കീഴേ, ഈ അത്തിവൃക്ഷത്തിന്റെ നേരെ കീഴേ വന്ന് മേലോട്ട് നോക്കിയിട്ട് ഈ യേശുക്രിസ്തു സഖായിയോട് പറയാണ്, സഖായിയെ നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ വന്ന് വസിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നു? ഒരു നോക്ക് കാണണം. Just when Jesus Christ was passing by, just have a passing glimpse of Jesus. ആ കടന്നു പോകുന്ന പോക്കിൽ just a passing glimpse. നമ്മൾ ബസ്സിൽ ഇരുന്നും കൊണ്ട് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ, കാഴ്ച just a passing glimpse. എന്ത് കണ്ടു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, എന്നാൽ കണ്ടു. അങ്ങനെ ഒരു നോക്ക് കാണാനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ച സഖായിയോട് യേശുക്രിസ്തു പറയാണ്, സഖായിയെ നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ വന്ന് വസിക്കേണ്ടിയിരിക്കുന്നു. ഈ കൂദാശ നടത്തുന്ന ഈ ഭവനത്തിന്റെ ഉടയവൻ, ഇതിലെ നിവാസികള്, ഇതിന്റെ ബന്ധുമിത്രാദികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, ആ നമ്മളുടെ ആഗ്രഹം സിൻസിയർ ആണെങ്കിൽ, സിൻസിയർ ടു ദ വെരി കോർ ഓഫ് യുവർ ഹാർട്ട് ആൻഡ് തിങ്കിങ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എന്നും കുടികൊള്ളുന്ന ഒരു ആഗ്രഹമാണ് ഇത് എങ്കിൽ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുക മാത്രമല്ല അതിനപ്പുറത്ത് നമ്മളെ അനുഗ്രഹിക്കുന്നതിന് എപ്പോഴും സന്നദ്ധതയുള്ള, അതിരില്ലാത്ത, തീർന്നു പോകാത്തതാ സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശുക്രിസ്തു ഭവനത്തിൽ വന്ന് വസിക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യനോടുകൂടെ സമ്പർക്കം പുലർത്തുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വേറെ ആരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് 365 വർഷം ലോകത്തിൽ ജീവിച്ചിട്ട് 65ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ജീവിച്ചവനായ ഈനോക്കുണ്ടല്ലോ, ആനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ സഞ്ചരിച്ചവനാകുന്നു എന്ന് നമ്മൾ പുസ്തകം വായിക്കുന്നുണ്ട്. വേദപുസ്തകം വായിക്കുക എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട്, ഒരു അഭിമാനമായിട്ട് കരുതുന്ന ജനറേഷൻ ഇന്നില്ലാന്ന് ഓർത്തിരിക്കും. എന്നോടും നിങ്ങളോടും കൂടി സമ്പർക്കം പുലർത്തുന്നതിന് താല്പര്യമുള്ളവനായ യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ആള്. ഈ ഒരു കാര്യം വിസ്മരിക്കരുത്.
സക്കായിയോട് പറയാണ്, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ കൊണ്ട് വസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ വായിക്കുന്നത് നിങ്ങൾ കേൾക്കും. സക്കായി ധൃതിപ്പെട്ട് ഇറങ്ങി വന്നിട്ട് യേശുക്രിസ്തുവും ശിഷ്യന്മാരും സക്കായിയുടെ ഭവനത്തിൽ ചെന്നിട്ട് അവിടെ ഒരു അത്താഴ വിരുന്ന് ഉണ്ടാക്കിയിട്ട് വിരുന്ന് തയ്യാറാക്കിയിട്ട് ആ അത്താഴ വിരുന്നിൽ പങ്കാളിയാകുന്ന യേശുക്രിസ്തുവും ശിഷ്യന്മാരെയുമാണ് കാണുന്നത്. നമ്മള് ഈ വീട് ഉദാശ നടത്തുമ്പോൾ ഈ ഭവനം നമ്മള് ശുദ്ധീകരിച്ച് ഇതിൽ കയറി നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നിങ്ങളോട് കൂടെ ഭക്ഷണം കഴിക്കുന്നതിനും ഈ ഭവന നിവാസികളോടുകൂടെ നിരന്തരം സദായിപ്പോഴും സമ്പർക്കം പുലർത്തുന്നതിനും താല്പര്യമുള്ള ഒരു ദൈവമാണ് യേശുക്രിസ്തുവാണ്. എന്റേതും നിങ്ങളുടേതും എന്ന് മറന്നു പോകരുത്. സഖായേ, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ വന്ന് വസിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ചെന്നിട്ട് അത്താഴ വിരുന്നിൽ പങ്കെടുക്കുവാനായി ആരംഭിച്ചപ്പോൾ സഖായിക്ക് മനസ്സിൽ ഒരു പ്രശ്നം, ഒരു മനസാക്ഷി കുത്ത്. ആൻഡ് ഇന്നർ ഏർജ് വാസ് വർക്കിംഗ് അറ്റ് ഹിസ് ഹാർട്ട്. ഇംഗ്ലീഷ് അറിയാവുന്ന നല്ല മണ്ണും അറിയാവുന്നവരുടെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാ. നമ്മൾ മലയാളത്തുകാരാണെങ്കിലും ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. ആ സഖായിയുടെ മനസ്സ് അവനെ ഉറുത്തിയിട്ട്, അവന്റെ കോൺഷ്യൻസ് മനസാക്ഷി അവനെ ഉറുത്തിയതിന്റെ ഫലമായിട്ട് പകുതി ഞാൻ അന്യായമായി പിടിച്ചുപറിച്ചിട്ടുള്ള സർവവും ഒന്നിന് പകരം 4 ഇരട്ടി ഇതാ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് തിരികെ കൊടുത്തിരിക്കുന്നു. മറ്റുള്ളവരോട് വാങ്ങിയത് എല്ലാം തിരികെ കൊടുത്തിരിക്കുന്നു. വസ്തുവിൽ പകുതി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് തിരികെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സത്യമായ മാനസാന്തരത്തിന്റെ ഒരു മാറ്റം. മാനസാന്തരമില്ലാത്തവന് ദൈവത്തെ കാണുന്നതിന് സാധ്യമല്ല. കണ്ണാടി ചെളി വരണ്ട് വൃത്തികേടായിരിക്കുമ്പോൾ യു കനോട്ട് സീ ത്രൂ ആൻഡ് യു കനോട്ട് ഹാവ് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് യു ആർ. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കുന്ന കണ്ണാടി തെളിച്ചമായിരിക്കണം. നമ്മുടെ ഹൃദയമാകുന്ന കണ്ണാടി യേശുക്രിസ്തുവിനെ കാണാനുള്ള വിചാരങ്ങളും വികാരങ്ങളും നൈർമല്യമാണെങ്കിൽ, നേരുള്ളതാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിന് അനുസൃതമാണെങ്കിൽ, നോക്കിക്കേ, വെറും ഒരു നോക്ക് കാണുന്നതിന് ആഗ്രഹിച്ച് സഖായിയുടെ വീട്ടിൽ വന്നിരുന്നും കൊണ്ട് അത്താഴത്തിൽ പങ്കാളിയായിട്ട് അപ്പോൾ മാനസാന്തരം തോന്നിയ സഖായിയോട് പറയുന്ന വാചകമാണ് നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിക്കേണ്ടത്. ഹൃദയമാണെങ്കിൽ നോക്കിക്കേ, വെറും ഒരു നോക്ക് കാണുന്നതിന് ആഗ്രഹിച്ച് സഖായിയുടെ വീട്ടിൽ വന്നിരുന്നും കൊണ്ട് അത്താഴത്തിൽ പങ്കാളിയായിട്ട് അപ്പോൾ മാനസാന്തരം തോന്നിയ സഖായിയോട് പറയുന്ന വാചകമാണ് നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിക്കേണ്ടത്. ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഇതാണ് നമ്മുടെ മൂല്യമായ വാചകം. നമ്മുടെ ഈ വീട് ഉദാശയിൽ സംബന്ധിക്കുന്നവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ടതും കല്ലയിൽ എഴുതുന്നവർ എഴുതി വെക്കേണ്ടതുമായ ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഈ സഖായി ഒരു യഹൂദനാണ് എന്ന് ഓർത്തിരിക്കണം. അതാണ് അബ്രഹാമിന്റെ പുത്രൻ എന്ന് പറയുന്നത്. ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നവരെല്ലാവരും അബ്രഹാം സന്തതികളാണ്. ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന ആ നല്ല സുവിശേഷം, ആ നല്ല സദ്വർത്തമാനം സഖായിക്കും അവിടെ നിന്നവർക്കും കേൾക്കുവാനിടയായി. ഇങ്ങനെ സന്തോഷത്തിന്റെ വർത്തമാനം ഈ ഭവന നിവാസികൾക്ക്, ഇതിൽ സംബന്ധിക്കുന്നവർക്ക് കേൾക്കുവാൻ തമ്പുരാൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കൂദാശയിലേക്ക് പ്രവേശിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ ദൈവമേ, നീ പരിശുദ്ധനാകും. ഞങ്ങളുടെ മേലെ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. രാജാവേ, നിനക്ക് സ്തുതി. വാർക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
നിനക്കുള്ളതാകുന്നു. അമ്മീൻ. കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. ഗ്രഹിക്കണമേ. ഇതിലെ വരവും ജലമുള്ള തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുമാറാകണമേ. നിന്നിൽ നിന്നുള്ള സർവ്വനന്മകളാലും അനുഗ്രഹങ്ങളാലും ഇതിനെ ഏർപ്പെടുത്തി ഇതിൽ വർദ്ധിക്കുന്നവർക്ക് സഹായിപ്പോഴും മുഖപ്രസന്നത നൽകണമേ. ആയുഷ്കാലം മുഴുവൻ കാര്യങ്ങൾ പരസ്യകാര്യങ്ങൾ പ്രീതിപ്പെടുത്തുവാനിടയാക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ മരിച്ചവർക്കായി ശ്വാസം നൽകുകയോ നല്ല ഓർമ്മയും നൽകണമേ. അറിയിക്കണമെന്നെ നിന്റെ വഴികൾ. പോലെ പറോവൽ രോഗാദിച്ചോ വീണ്ടവനെ മഹാജലനിധിയിൽ നടിയാരെ പാറയ്ക്കുമോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പ്രബലതയും മാഞ്ഞുപോകാത്ത നല്ല ഔന്നത്യവും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. നിങ്ങൾ പ്രവേശിക്കുന്ന സകല ഭവനങ്ങൾക്കും സമാധാനം ആശംസിരുന്ന് തിരുവായ്മൊഴിനായ കർത്താവായ ശൂഷിയാതികർത്തതേ. കർത്താവേദനെ സമാധാനമൈക്കും ഈ വീട്ടിലുണ്ടാക്കുമാറാകണമേ. എല്ലാവിധമായ നാശങ്ങളിൽ നിന്നെ വാതിൽപ്പടികൾക്ക് നീ മുദ്രയിടണമേ. പലവിധമായ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഇതിൽ പാർക്കുന്നവരെ കാത്തിരക്ഷിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളണമേ. സകലവിധമായ തെറ്റിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. ഈ ഭവനത്തിലെ സമീപത്തിലെ കാത്തുകൊള്ളുകയും ദൂരത്തിലെ തിരിച്ചുവരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും പലതരക്ക് പാപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇതിൽ നിവസിക്കുന്നവരെ നിന്നെ സത്യവും നിന്നുള്ള ഭക്തി നിന്റെ കരുണയും സ്നേഹവും ദൈവം കൊണ്ട് നിറയ്ക്കണമേ. ഈ ഭവനം ശുദ്ധീകരിക്കുന്നതായ ഈ നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിമുടി കാലം മുഴുവനിലും പുതിയവാനും വന്ദനവും വരയ്ക്ക് യോഗ്യമാകുന്നു. അഗ്നിയായ ദൈവം മരിച്ചിട്ട ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രാഹാമിന്റെ അടുക്കൽ ചെന്നു. അവിടുന്ന് തന്റെ വിമാനത്തിൽ ഇറങ്ങിവന്ന് വൃക്ഷത്തിനെ വിശ്രമിച്ചു. പരിസായ വൃക്ഷങ്ങളെ നട്ടവൻ ഒരു ദത്തിനെ പോലെ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. സ്വർഗം തന്നെ സിംഹാസവും ഭൂമി പാതവിടുവാനിക്കുന്ന ഒരു നിസാറിനെ പോലെ അബ്രാഹാമിനെടുത്തിയെന്നു. മലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിയില്ലാത്തതിനായ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്നതിനുമായി വന്നിക്കുകയും കർത്താവേ, അവിടുത്തെ ദയാദൃഷ്ടിയിലുണ്ടെങ്കിൽ അവിടുത്തെ ദാസിനെ വിട്ടുപോകരുതേ. അല്പം വെള്ളമെടുത്ത് ഞാൻ ഇവിടുത്തെ കാലിലെ കഴിക്കപ്പെടട്ടെ. വൃക്ഷത്തിനും കീഴിൽ വിശ്രമിച്ച് അപ്പകെട്ടെടുത്ത് ഭക്ഷിച്ച് തൃപ്തിയാശയായിട്ട് പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസിനോടുകൂടി കടന്നു പോകാനെയല്ലോ നമേറ്റുകയും ചെയ്തു. അവിടുത്തെ മകനീർക്ക് ഇത് പ്രസാദമാക്കുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വദാസനെ വിളമ്പി കൊടുത്തുക വിസ്മയരാമാവിധം ഭക്ഷിക്കുകയും അവനെ ഭാര്യയായ സാറായെയും അവനെ സമ്പാദിക്കുകയും ചെയ്തു. കർത്താവേദനുമായി നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപം മൂലം ഈ ദാസനായ ദാസനെ ഭവനത്തെയും സമ്പത്തുകളെയും നാഥ അനുഗ്രഹിക്കണമേ.
ഇപ്പോൾ ഈ ഭവനത്തിലും ഇതിലെ നിവാസികൾക്ക് വേണ്ടി കരുണയും എന്നോട് ഞാൻ യാചിക്കുന്നു. എന്നിനെ പ്രതനായ ഭാഗത്ത് ഈ ഭവനം ഐശ്വര്യമുള്ള ഇതിലെ നിവാസികൾ ഒരു രഹിതരാത്രി പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുലിമാൽ ഉപയോഗിക്കുന്ന പെണ്ണാടുകൾ നിന്റെ നന്മയുള്ള തൃപ്തരാക്കി ഞങ്ങളെല്ലാവരും നിന്നിൽ നിൽക്കണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാവിൽ കണ്ണീതാൾ പ്രസാദാവേ എന്റെ ഭാഗടയാ നിങ്ങൾ കരുതോ നിങ്ങൾ അനുഗ്രഹിക്കുകയും തിരുവള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന നോക്കിയിരിക്കും. ഞങ്ങളുടെ ആത്മാവ് വിദ്യയിരിക്കും ഞങ്ങൾക്കും വിശ്വാസം ചെയ്യണമേ. ذهبي والسوق الضوء طريق والملأ وريت براها دادن بولا موضوبان مالا تاجال منوالن مشيا تكاي بولا تيواردي وارا نيري يميت رجوماني دلمين الدلمريا أدوارت پڑنم ഏവൻഗേലിയോനിൽ മോരാശിക്ഷരുടമായി കേട്ട് ഞാൻ കൈക്കൊള്ളൂ നിങ്ങളവിടെ ദാവീദന്റെ കൈക്കൊള്ളൂ. അബ്രഹാമിൻ ഭവനം പോൽ ഞങ്ങളടഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ വാഴ്ത്തുക തൃക്കയ്യാൽ പാറയ്ക്കുമോ ഞാരണ്യത്തിൽ നേടി സംതൃപ്തി ശ്രേഷ്ഠാചാര്യന്മാരാതോ ഈ ഗേഹത്തെയും അതിനുള്ളിൽ തൃക്കയ്യാൽ വാഴ്ത്തണമേ തലമുറയാ അത് വാഴ്ത്തപ്പെടണം. ഏത് ഭവനവും എന്നെയാകുന്നു സ്വീകരിക്കുന്നതെന്ന് തന്റെ പരിശുദ്ധ ശിഷ്യന്മാരോട് അരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ, നിന്റെ ആരാധകരുടെ ഈ ഭവനത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധ നാമം മൂലം നിന്റെ ഈ ദാസരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ് പ്രസന്ന മുഖങ്ങളോടുകൂടെ നിന്നിൽ നിന്ന് രണ്ട് ലോകങ്ങളിലും നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ ഇവർക്ക് കൃപ നൽകുകയും ചെയ്യണമേ. അടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചെയ്തു കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേല്യങ്ങളിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. Evangelion gadicho dorare shusho korososo magiriso men lukos matoro dam sabahaye urgono levolmo sabno ke dam dorono se moran manulan purgolani shumjo men sono yedalo desbazar men soto gadiso maria ponende യേശു തമ്പുരാൻ എറിഹോയിൽ കൂടെ കടന്നു പോകുമ്പോൾ തനവാനും ചുങ്കക്കാർ പ്രമാണിമായ സഖായ് നിവേലവരും യേശു ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തം അത് കഴിഞ്ഞില്ലെന്ന് സഖായി പൊക്കം ആയിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് മുമ്പേ ഓടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിനായിരുന്നു യേശുവിനാണ് പോകേണ്ടത്. ആ സ്ഥലത്ത് എത്തിയപ്പോൾ യേശുവിനാനവനെ കണ്ടിട്ട് അവനോട്, സഖായി, നീ വേഗം ഇറങ്ങി വരിക, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നീരസപ്പെട്ടു. ഇവൻ ഭാവിയായവൻ ചെടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സഖായി നിന്നുകൊണ്ട് യേശുവിനോട്, കർത്താവേ, ഇതാനുവത്തുകളെ പതി ഞാൻ ദരിദ്രർക്കായി കൊടുക്കുന്നു. ഏതോ നിന്നെങ്കിലും ഞാൻ അപഹരിച്ചു തോന്നുന്നില്ല 4 വീതം തിരിച്ചു കൊടുക്കുക എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശുനാമത്തിനുമായിട്ട് ഇവനും അബ്രഹാമുദ്രനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തെന്നാൽ കാണാതെ പോലെ അന്വേഷിച്ച്
രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യനെ വന്നിരിക്കുന്നത് എന്ന് താൻ കൽപ്പിച്ചുള്ള ചെയ്തു. ബാറക്കുമോർ ഹുസൈനോ പ്രാർത്ഥന മൂലം മുങ്ങിപ്പോയി കേട്ടിന് കർത്താവും വിശ്വാസത്തോടുകൂടി തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനുമായുള്ളൂ. ബലഹീനരും പാപികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ അയോഗ്യരെങ്കിലും ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന നീ അംഗീകരിക്കണമേ. നോഹനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ജന്തുക്കളെയും ജലപ്രളയത്തിൽ നിന്ന് പെട്ടകത്തിൽ നീ സംരക്ഷിച്ചതുപോലെ നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാഴ്ന്ന് രക്ഷിച്ച് അവനെ അവന്റെ സമ്പത്തുകളെയും അനുഗ്രഹിച്ച പ്രകാരം സോദോമിലെ അഗ്നിയിൽ നിന്ന് ലോത്തിനെ രക്ഷിച്ചതുപോലെ ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ നീ കാത്ത് അവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുത്തതുപോലെ മിസ്രൈമിൽ വെച്ച് യോസേഫിനെ നീ സംരക്ഷിച്ച് ഭരണാധികാരിയാക്കി തീർക്കുകയും അവന്റെ സമ്പാദ്യവും വരവുകളും വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തതുപോലെ പുണ്യവാനായ അയ്യോബിന്റെ സമ്പാദ്യങ്ങൾ അവന്റെ പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെ മോശയെയും ഇസ്രായേൽ ജനത്തെയും സമുദ്രത്തിൽ നിന്നും ഫറോനിൽ നിന്നും സംരക്ഷിച്ച പ്രകാരം മോശയുടെ പ്രാർത്ഥനയും ഫറോന്റെ ധൂപവും ഫിനെഹാസിന്റെ വാളും മൂലം ഇസ്രായേലിൽ നിന്ന് കോപവും മരണവും നിരോധിച്ചതുപോലെ കരുണ വളരെയുള്ളവനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തന്റെ സൃഷ്ടിയുടെ ദൈവമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, ഈ ദാസന്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപവടികളും കഠിനാശിക്ഷകളും വിവിധതര രോഗങ്ങളും വ്യാധികളും എല്ലാ അപകടങ്ങളും കൃപയോടെ നീ തടയുമാറാകണമേ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിന്റെയും പരിശുദ്ധനായ മോർ ഗീവർഗീസദായുടെയും മാർ ഗ്രിഗോറിയോസിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളിൽ കരുണയും കൃപയും ചൊരിയാനായിട്ട് തന്നെ പിതാവിന്റെയും പുത്രനാമത്തില് അവനൂതാശിയായി വെള്ളം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ.
മാതാവും സിന്ധന്മാരും വേട്ടാക്കും നാഥ നിസ്പരങ്ങാഗ്നത്താകെ വൈതോനും കാതും നേത്ര ചെറുഷ്മോദ സ്നേഹം അമിതായ വൈഷ്മോദാമേ ുവായു ഗാന്ധിച്ചനായ ഭവനം വാഴ്ചയെങ്കിൽ ദൈവത്തിന്റെ എന്നാലും സൗരവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യനായ ായി ഏകവിശുദ്ധ സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദിസാവനത്തിൽ മാത്രമേ ഞങ്ങൾ പാർക്കുന്നു. ആർമിയൻ പാർക്കുന്നു. എന്നാണ് തുതിയുടെ രാജമകളോ നിന്മലമായ രാജഭാമിനിയോ ഈ ഭവനത്തിൽ നിന്ന് വാങ്ങിപ്പോയ കട്ടുദാസിനെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ദാസിന് ആശ്വാസം ലഭിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളിലെ കൃപ ചെയ്യുന്നതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ താലേ നിൻ കൃപയിൽ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം.
അവരുടെ കൂടെ എഴുന്നേൽപ്പിക്കുന്നതിന് ആദ്യമായ കർത്താവിനെയും തന്റെ ദാസന്റെ ഓർമ്മയെ ഞങ്ങൾ കഴിക്കുന്നതായ ഈ സമയത്തും നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും കടകളിലും മുഴുവൻ ദൈവമാകുന്നു ആദിയുണ്ടായതിന് പൊള്ളുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തലമിതാനും മുഖത്ത് വിശുദ്ധമാരാകുവാനും സംഖ്യാതീതമായ ഗണങ്ങളും നിലകളും പതിനായിരങ്ങളുമായി പരിഭ്രമിച്ച് ചൂട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ഗോപന്മാരും ഗണങ്ങളും സ്വർഗീയമായ മേഖല നീ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ തൊത്തിക്കുമ്പോൾ മരണം വീണ്ടും പോവുകയും ബാധ നശിച്ചു പോവുകയും ആദ്യഭൂതങ്ങൾ അഞ്ഞു പോവുകയും ഭൂമിയിൽ ദേശീയതല്ല ശരീരങ്ങളായി സൃഷ്ടിക്കപ്പെടുക ചെയ്യുന്നു. എല്ലാത്തിനെയും നീ വീണ്ടും സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയനാകട്ടെ അവനവനാൽ പ്രവർത്തിച്ചെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സർവവശങ്ങളും കോതകളും ഭയങ്കരമായതിന്റെ ശ്വാസമായി വന്നുകൊടുകയും ചെയ്യുന്നു. ബലവാനും കാരണവാനുമായ ദൈവമാർത്താവേ ഞാൻ സംഭവിക്കുകയും പ്രവർത്തിക്കുന്നതായ സമയത്ത് പ്രത്യാശയാൽ വാങ്ങിപ്പോയ ജനദാസന്റെ പ്രതിഭാത്തനാഥ നീ നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്ത് വിശ്വസിക്കുകയും ചെയ്യുന്നവരിലും ഞാൻ അവൻ നിവസിക്കുന്നു. അവസാന ദിവസം ഞാനവനെ ഉത്സരിപ്പിക്കുമെന്ന് ഈണത്തിനായ ആ വചനം ഞങ്ങളിലും നിന്റെ ദാസനെ നാഥ നീ നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരേതം നിന്റെ വസ്തുവാത്ത നിന്നുകൊണ്ട് നിന്റെ കണ്ണെ കാണി നിനക്ക് നിന്റെ വിധാനം സ്തോത്രം കലയത്തെ നീവാനാണ് തന്നെ അനുഗ്രഹങ്ങൾ ജനിക്കുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങളും ആത്മങ്ങളും ശരിയായിട്ട് അങ്ങനെ വിളിച്ചു പറയുമാറാകണമേ. നിങ്ങളെല്ലാരും അനുഗ്രഹീതനാകുന്നു. ആത്മീയമായ ഈ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവാർത്താവ് നിങ്ങളെ വിശ്വാസീനായ നിങ്ങളുടെ വാക്കിപ്പോട്ടെ ആത്മാക്കളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാമ്പുതനും പരിശുദ്ധമായുമായ ലോപേ ബലഹീനുള്ളതും കുറ്റമുള്ള പ്രാർത്ഥനയുമായ സുവാസനുമാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കുന്നതുമായ ആക്കി തീർക്കുമാറാകണമേ. ആ ബോവറുഹോ കാതീച്ചു ഓച്ചോ പബകുലസ്ബാൻ ലോന്മേ ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഉത്തരവരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് ശരണമേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്റെ രാജ്യം ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിനക്ക് സമാധാനം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണനാരിയിലും നാം എല്ലാവരോടുകൂടെയും ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടുകൂടെയും ഈ ഭവനത്തിൽ ദൂരെ മാറി താമസിക്കുന്നവരുടെ എല്ലാ ബന്ധമിത്രാദികളോടുകൂടെയും വിശിഷ്യ വിശ്വാസത്തോടുകൂടെ നമ്മുടെ നിന്ന് ഈ ഭവനത്തിൽ നിന്ന് മരിച്ചു വാങ്ങിപ്പോയിരിക്കുന്ന ദാസരുടെ ആത്മങ്ങളോടുകൂടെയും ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
വരൂ അരുണോദയമേ, വരൂ അലയാഴികളെ. വരൂ അരുണോദയമേ, വരൂ അലയാഴികളെ. പാടാം മതിമറന്നാടാം നമുക്കിനി നാഥനെ വരവേൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരൂ അരുണോദയമേ, വരൂ അലയാഴികളെ. പാടാം മതിമറന്നാടാം നമുക്കിനി നാഥനെ വരവേൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരനേശുവേ വാഴ്ത്തുവാൻ പൂക്കും കൈതകളോരം ചേർന്ന് ഒരു കുളിരലയാ. പൂക്കളെ പൂങ്കിളികളെ പരനേശുവേ വാഴ്ത്തുവാൻ പൂക്കും കൈതകളോരം ചേർന്ന് ഒരു കുളിരലയാ. ആദിയിലഖിലം സൃഷ്ടിച്ചവന് സ്തുതിയേ കീടാ സ്തുതിയേ കീടാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരൂ അരുണോദയമേ, വരൂ അലയാഴികളെ. പാടാം മതിമറന്നാടാം നമുക്കിനി നാഥനെ വരവേൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുഴകളെ പൂങ്കുലകളെ നിങ്ങൾ പരിമളം കൊണ്ടുവാ. കാക്കും നാഥനെ ഓർക്കാൻ ഇനിയൊരു ഗീതം തീർത്തിടാ. പുഴകളെ പൂങ്കുലകളെ നിങ്ങൾ പരിമളം കൊണ്ടുവാ. കാക്കും നാഥനെ ഓർക്കാൻ ഇനിയൊരു ഗീതം തീർത്തിടാ. ആദിയിലഖിലം സൃഷ്ടിച്ചവന് സ്തുതിയേ കീടാം സ്തുതിയേ കീടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരൂ അരുണോദയമേ, വരൂ അലയാഴികളെ. പാടാം മതിമറന്നാടാം നമുക്കിനി നാഥനെ വരവേൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
രാഗം മൂളൂലേ. മൊഴിഞ്ഞതല്ലേ കണിമലരല്ലേ കരളല്ലേ മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ. മൗനരാഗം മൂളൂലേ. നെഞ്ചിലൊരാളില്ലേ കിളി കൊഞ്ചണ മൊഴിയല്ലേ ചഞ്ചലമിഴിയല്ലേ മലർ മഞ്ചമൊരുങ്ങിയില്ലേ. ഇടവഴിക്കാട്ടിലെ ഇലഞ്ഞിതൻ ചോട്ടിലെ ഇക്കിളി മൊട്ടുകൾ ഉള്ളിയെടുക്കാൻ ഇന്നും ഒരാശയില്ലേ. മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ. മൗനരാഗം മൂളൂലേ. നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ. നീലക്കണ്ണും
ചിരിക്കുമ്പോൾ കളിവാക്കു കേട്ടിടാൻ മറുവാക്കു ചൊല്ലിടാൻ വിറയോടെ നിൽക്കും മോഹം നെഞ്ചിൽ സഞ്ചാരിയായി കാറ്റേ കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ. തുമ്പിപ്പെണ്ണിൻ ഓ മോഹാവേശം കളിയാടി നിൽക്കുമ്പോൾ കണ്ടാലൊന്നും ഓ മിണ്ടാതോടും കിളിപ്പാട്ടും മൂളുമ്പോൾ ഒരു നോക്കു കണ്ടീടാ മിഴി പൂട്ടി നിന്നീടാ കൊതിയോടെ കാക്കും നേരം നാണം ചങ്ങാതിയായി കാറ്റേ. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ പ്രിയമാനസം ചൊല്ലും മൊഴി കാതിൽ നീ ചൊല്ലും എന്റെ തരിവളകൾ പൊട്ടിച്ചിരിയുണർത്തും പുഴക്കണ്ണാടി നോക്കും കാറ്റേ. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ ചിമുക്കച്ചിലം ചിംചില ചിമുക്കച്ചില ചിംചില ചിമുക്കച്ചിലം ചിംചില ചിമുക്കച്ചിലം ചിംചില ചിമുച്ചില ചിംചില ചിമുക്കച്ചിലം ചിംചില നീലാമ്പലല്ലേ നീ എന്റേതല്ലേ ഒരു വാക്കും മിണ്ടാത്തതെന്തേ വാസന്തമല്ലേ വിടരാത്തതെന്തേ പാരാട്ടി തേനൂട്ടുകില്ലേ ഇത് കുളിരോലും മധുമാസമല്ലേ വീഴാമ്പലല്ലേ മോഹിച്ചതല്ലേ കുഴലൂതി പാടാത്തതെന്നേ വിളി കേട്ടതല്ലേ വൈകുന്നതെന്തേ സീമന്ത സിന്ദൂരമില്ലേ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ. ചിമുക്കച്ചിലം ചിംചില ചിമുച്ചില ചിംചില ചിമുക്കച്ചിലം ചിംചില ചെന്താമര വിരിയും തൊടുകവിളോരത്ത് എന്തേ ഒരു നാണത്തിൻ നിഴലാടുന്നു ഇനി നീ പോരില്ലയോ ചാരേ താലിപ്പൂ ചാർത്തുവാൻ ആരാധ്യം പറയും ആദ്യാനുരാഗം അഴകേറും ഈ രാത്രി നേരം കാതിൽ മൊഴിയില്ലേ മഴമാസക്കാറ്റ്
വാസന്തമല്ലേ വിടരാത്തതെന്തേ പാരാട്ടി തേനൂട്ടുകില്ലേ ഇത് കുളിരോലും മധുമാസമല്ലേ